നമുക്കൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണ്ടേ? സ്കൂളിൽ പോയപ്പോൾ എന്റെ കുഞ്ഞുനാളിൽ, നിങ്ങളുടെ കുഞ്ഞുനാളിൽ ചെരുപ്പൊന്നുമില്ല. നടന്നൂപ്പാട് വന്ന് കാലേ കല്ലും കാച്ചി. പിന്നെ 4 മണി വിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നതാ, ഇങ്ങനെ. അപ്പൊ അമ്മ ചോദിച്ചു എന്തുവാണ്? കല്ല് കാച്ചി കാലല്ലേ. ഉടനെ നടരാജൻ നിൽക്കും പോലെ നിൽക്കുക. പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ തൊണ്ട് ചൂടാക്കി എണ്ണ തിരി തല്ലുകാരനാ പറയുന്നത്. തിരി കണ്ടിട്ടില്ലേ? ആ, ഇപ്പൊ എത്ര ജോഡി ചെരുപ്പുണ്ട്? എത്ര ജോഡി? സത്യം പറ, നെഞ്ചത്ത് കൈവച്ച് സത്യം പറ. അടുക്കളയിൽ ഇടാനൊന്ന്, വെളിയിലോട്ടിറങ്ങാൻ വേറൊന്ന്, ബെഡ്റൂമിൽ പോകാനൊന്ന്, ബാത്റൂമിൽ പോകാൻ വേറൊന്ന്, സഭയിലിടാൻ വേറൊന്ന്, കല്യാണത്തിനും ചടങ്ങിനും വന്ന കുറഞ്ഞത് ഒരു 5 ജോഡിയെങ്കിലും പലതിലും ഉണ്ട്, ഇല്ലേ? എന്നിട്ടും തൃപ്തി വരുന്നില്ല. ആ മോന്ത കാണുമ്പോ അറിയാം. പണ്ട് AC ഓർക്കാൻ പറഞ്ഞ പോലെ അടുത്ത ആഴ്ച നിന്റെ ഈ വളിച്ച മോന്ത ഇതിനകത്ത് കാണരുതെന്ന്. പുള്ളി ഇംഗ്ലീഷിലാ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ മേല. അറിയാവോ? അറിയാൻ പറയിപ്പിക്കാനാ? എന്നാ എനിക്കും അറിയാൻ മേല. ഇവിടെ ആരാണ് എനിക്കിന്ന് വളിച്ച മോന്തയായിട്ടിരിക്കാറ്? ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം നിനക്ക് നന്മ തന്നില്ലേ? ആരോഗ്യം തന്നില്ലേ? കോവിഡിന്റെ കാലത്ത് എത്രയോ പേര് നമ്മളെ വിട്ട് കടന്നുപോയി. ദുഃഖമുണ്ട്. ആയുസോടെ ദൈവം വെച്ചില്ലേ? സ്തോത്രം, 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 സ്തോത്രം. കാത്ത കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയും കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. താളത്തിലടിക്കണേ. നീറും ശ്വാസ അരികിൽ വന്നേ. ഓ മാമ മണാല നീ പ്രേമത മാമ മണാല. ഓ നിറയുന്നേ നിറയുന്നേ. കാലം മുഴുവൻ കൈവിടാതെന്നെ കൺമണി പോലെ. കാലം മുഴുവൻ കൈവിടാതെന്നെ കൺമണി പോലെ. കാലം നല്ലവനല്ലോ. അവന്റെ വഴി എന്നേക്കുമുള്ളത്. ഏകനായി മതാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് അവൻ നല്ലവനല്ലോ. അവന്റെ വഴി എന്നേക്കുമുള്ളത്. നമ്മുടെ കാഴ്ചകളിൽ നിന്ന് ഓർത്തവൻ അവൻ നല്ലവനല്ലോ. അവന്റെ വഴി എന്നേക്കുമുള്ളത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയരെ, ഞാനൊരു കാര്യം പറയാൻ, പിറുപിറുക്കരുത്. അത് വലിയ മഹാഭാവമാണ്. പിറുപിറുക്കരുത്. ലഭിച്ചതിനെല്ലാം നന്ദി പറയണം. പിറുപിറുക്കരുത്. അവർ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തന്ന ചുമ്മാ അതും പറഞ്ഞിരിക്കരുത്. അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല. പിള്ളേർ ഇങ്ങനെ പോകുന്ന തട്ടിയും മുട്ടി. പ്രാർത്ഥിക്കണം പാസ്റ്റർ. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു എന്തുവാ ഇതിനും വേണ്ട ഉദ്ദേശിക്കുന്നേ? എന്തുവാ ഇതിനും വേണ്ട ഉദ്ദേശിക്കുന്നേ? സ്തോത്രം അല്ല, അടിസ്ഥാനപരമായ കാര്യമൊക്കെ ദൈവം തന്നില്ലേ? എനിക്കിതൊന്നും അല്ല വിഷയം. ഞാൻ അധികമായിട്ട് ശ്രദ്ധിക്കുന്ന 2 കാര്യമാണ്. എൻ്റെ കാര്യമാണ് പറയാന കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിൽ ഏറ്റവും ശ്രേഷ്ഠം എനിക്ക് ശുശ്രൂഷ ചെയ്യാനിടയാണ്.
അതേറ്റവും വലിയ ഭാഗ്യം. 2, നാളത്തെ എനിക്കറിയത്തില്ല, ഇതുവരെ ആയുസോടെ ആരോഗ്യത്തോടെ ദൈവം നിർത്തി. ഇത് കൂടുതൽ എന്നാ ചെയ്യാന്? ഇത് കൂടുതൽ എന്തോ ചെയ്യാന്? നല്ല മനസ്സോടാ ഞാൻ പറയാന്. നമ്മളെക്കാൾ മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും ഒക്കെ മാറ്റപ്പെട്ടപ്പോൾ ആയുസ്സും ആരോഗ്യവും ദൈവം തന്നില്ല. അയ്യോ, ആ കോവിഡിന്റെ സമയത്ത് ശ്വാസം മുട്ടല് എന്ത് പ്രയാസപ്പെട്ടു. ഒരു തടസ്സവും കൂടാതെ ഇതുവരെ ദൈവം നമ്മെ. ഞാനും ശുഭപാസ്റ്ററും ആ കോവിഡിന്റെ സമയത്ത് എന്തും വീണ്ടും ഷവോടക്കിന് പോയെന്നറിയാമോ? അതിനിടയ്ക്ക് 2 കോവിഡ് രോഗിയെ ഞങ്ങൾ അടക്കി. ഒരു സഹോദരിക്ക് കോവിഡ് ആയിരുന്നു, അതറിയാം. വീട്ടിലുള്ളവർക്കെല്ലാം കോവിഡാ. ആ സഹോദരി മരിച്ചു. വീട്ടിലുള്ളവർക്കെല്ലാം കോവിഡാ. ആ മരിച്ചിട്ട് മോർച്ചറി ഇരിക്കുക, ഡെഡ് ബോഡി ഒന്ന് ഒരുക്കിയെടുക്കാൻ ആരുമില്ല. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. ഞാൻ വലിയ ധൈര്യശാലിയാന്നുള്ളതല്ല, ദൈവകൃപയാ. വരാന്ന് പറഞ്ഞു. പോയി രാവിലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി. നമുക്ക് വേണ്ടപ്പെട്ടതാ. അപ്പൊ എൻ്റെ ഇളയ പെങ്ങളുണ്ട്, അവൾക്ക് അല്പം ധൈര്യമുണ്ട്. അവൾ പറഞ്ഞു ഞാനും വരാന്ന് പറഞ്ഞു. ഒരു സ്ത്രീയെ ഒരുക്കുകയല്ലേ, വേറെ ആരും ഇല്ല. ചെന്നപ്പോ അവള് ഇല്ല, അന്നേരം കിറ്റുണ്ടല്ലോ, എന്തുവാ അവൾ അതിട്ടോണെ. ഞാൻ പറഞ്ഞു കിറ്റും കുന്തമൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. നേഴ്സുമാര് സിസ്റ്റേഴ്സും കൂടാ, മഠത്തിലമ്മമാര്, അവരൊക്കെ. അതിലൊരു സിസ്റ്റർ പിന്നീട് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു, അയ്യോ പാസ്റ്റർക്ക് സാരി ഉടുപ്പിക്കാനൊക്കെ അറിയാമല്ലോ എന്ന്. അറിയാനിട്ട് അതങ്ങ് ചെയ്യുക. ഒരുക്കി വൃത്തിയാക്കി. ദൈവത്തിന്റെ മഹാകൃപയാണ്. എനിക്ക് കോവിഡ് വന്നില്ല. ഇല്ല, ഇനി വന്നോന്ന് അറിയത്തില്ല. നമ്മൾ പരിശോധിക്കാനൊന്നും പോകുന്നില്ലല്ലോ. കോവിഡാന്നോ കുന്തമാണെന്ന് ആര്? ഒറ്റ ദിവസം പോലും കിടക്കാനും ഇടയായില്ല. ഒറ്റ ദിവസം പോലും. അലങ്കരിച്ച് പറഞ്ഞതല്ല, ദൈവത്തിന്റെ മഹാകൃപയാണ്. ഒരു ദിവസം പോലും കോവിഡാണെന്നും പറഞ്ഞ് കിടക്കാൻ ദൈവം അനുവദിച്ചില്ല. എല്ലായിടങ്ങളിലും പോയി, ശുശ്രൂഷകൾക്കായി പോയി. സാധാരണ കോവിഡിന്റെ സമയത്ത് സഭകളെല്ലാം പൂട്ടിയപ്പോൾ ഞങ്ങൾ ദൈവകൃപയെ ശരണപ്പെട്ട് തിരുവല്ലയിൽ ഒരു സഭ തുടങ്ങി. ഭയങ്കര നിയമമൊക്കെ ആയിരുന്നു. ഒരിക്കൽ 10 പേർക്കൊക്കെ അന്ന് ആരാധിക്കാൻ വരാം. അപ്പം ഒരു ഞായറാഴ്ച ഈ അവിശ്വാസമുള്ളവന്മാരും ഉണ്ടല്ലോ. ഒരുത്തം വന്ന് പറഞ്ഞു, എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അച്ഛാ ഇന്ന് സഭായം നടത്തരുത്. ഞാൻ ചോദിച്ചാൽ ഭയങ്കര നിയമമാണ്, പോലീസുകാരിങ്ങനെ കറങ്ങി നടക്കുക. ഞാൻ പറഞ്ഞടാ ഇനി വാ, ഇവിടെ സഭായകം ഇന്ന് നടക്കും. അവനോട് പറഞ്ഞു, പോലീസ് വരികയാണെങ്കിൽ നീ അന്നേരം പോലീസോട് പറയാം, സാറേ ഞങ്ങൾ നിരപരാധി ആണ്ട് അയാളായതെല്ലാം ഒപ്പിച്ചേക്കുന്നത് നീ എന്നെ ചൂണ്ടി പറഞ്ഞോണം. എന്ന് വെച്ചാൽ നീ ഓടിക്കോണം. നീ ഓടിക്കണം, പറഞ്ഞു കൊടുത്തേക്കണം. അയാൾ ഒറ്റ ഒരുത്തനാ ഞങ്ങളെ. അവിടെ പോലീസും വന്നില്ല, സഭായവും മുടങ്ങിയില്ല, ഒരു കുഴപ്പവും വന്നില്ല. ഒരൊറ്റ ഞായറാഴ്ച പോലെ കർത്തൃമേശയും മുടങ്ങിയിട്ടില്ല. മാസന്മാരിൽ ഇങ്ങനെ ആലിന് തുള്ളും പോലെ വന്നു. 1 വർഷം 1.5 വർഷം കഴിഞ്ഞ എരിവശം നിന്ന പോലെ ഇച്ചിരി മനസ്സിലാകാരിയാണോ? ഇവിടെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് ദൈവം നമ്മെ നടത്തിയത്. ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരോഗ്യം ദൈവം തന്നില്ലേ, നന്മ തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ, പാർപ്പിടം തന്നില്ലേ, വസ്ത്രം തന്നില്ലേ. ഇത് കൂടുതലൊക്കെ ദൈവം എന്നാ ചെയ്യാനാ? വിശ്വാസം എടുക്കാനും വിടാനും ഒക്കെ ദൈവം, അതുകൊണ്ട് വലിയ മഹാഭാഗ്യമല്ലേ. ചുമ്മാ പെറുപെറുക്കരുത്, നിരാശ ഒന്നും ഉണ്ടാകരുത്. നമ്മളെ കാണുന്നവർക്ക് സന്തോഷം ഉണ്ടാകണം. സ്തോത്രം. ലോകത്തിന് വരുമ്പോഴും പോകുമ്പോഴും നല്ല പടക്കുതിര പോകുമ്പോലെ പോകണം. ഇതാ കരഞ്ഞും കൂവിയുള്ള വരവും
ഇരിക്കുന്നതാണല്ലേ തൂങ്ങിച്ചത്ത പോലെ. നീ ഒന്നും ഇരിക്കുന്നിടത്ത് ഒരു പൂഞ്ഞാൻ പോലും വന്ന് കയറുകയല്ല, ഉള്ളതുകൂടെ പോവുകയുള്ളൂ. നല്ല സന്തോഷത്തോടിരിക്കണം. എന്റെ ദൈവം എന്നെ രക്ഷിച്ചു, എന്റെ ദൈവം എന്നെ നടത്തി, എന്റെ ദൈവം എന്നെ പുലർത്തി, ആവശ്യമുള്ളതൊക്കെ ദൈവം എനിക്ക് നൽകി. മേലിൽ നൽകുവാൻ ദൈവം വിശ്വസ്തൻ. ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല, തരത്തില്ല. ഈ നമുക്ക് എന്തൊക്കെ സഹിക്കാമെന്ന് ദൈവത്തിന് അറിയാം, അതേ തരുവുള്ളൂ, അല്ലാത്തൊന്നും ദൈവം തരികയില്ല. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ അപ്പൊ കഴിയുന്നതേ ദൈവം തരുവുള്ളൂ. ഈ യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, കരിഞ്ജീരകത്തിന്റെയും ജീരകത്തിന്റെയും മുകളിൽ കൂടെ മെതിവണ്ടി കയറ്റത്തില്ല. ആ വാക്യം ഒന്ന് വായിച്ചേ, 28-27 ഒന്ന് വായിച്ചേ എടുത്തവര്. വായിച്ചോ സഹോദരി. അത് എത്ര റെഫറൻസ് എന്ന് പറഞ്ഞേ? 27 തന്നെ അല്ലേ? ഉറക്കെ വായിച്ചോ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല. പിന്നെ ജീരകത്തിന്റെ മേൽ വണ്ടിച്ചക്രോ, സ്തോത്രം. പിന്നെ കരിഞ്ജീരകം വടികൊണ്ടും അങ്ങനെ ചെയ്യുള്ളൂ. ജീരകത്തിനും കരിഞ്ജീരകത്തിനും വടിയും കോലുവാ. അതിന്റെ മണ്ടയിലോട്ട് വണ്ടിച്ചക്രം കയറ്റുകയില്ല, മെതിവണ്ടിയും കയറ്റുകയില്ല. മനസ്സിലായി കാണും. നിന്റെ മണ്ടേ ദൈവം മെതിവണ്ടി കയറ്റുകയില്ല, നിന്റെ മണ്ടേ ദൈവം വണ്ടിച്ചക്രവും കയറ്റുകയില്ല. പിന്നെ ഇടയ്ക്ക് ഒരു കോല് കൊണ്ടൊക്കെ തല്ലും, ഇടയ്ക്ക് ഒരു കോലിന്റെ അടി വടി കൊണ്ടൊരു കൊട്ടുമൊക്കെ, അത് ദോഷത്തിനല്ല നന്മയ്ക്കാണ്. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടുള്ളൂ? ബാലശിക്ഷ നിരസിക്കരുത്, നിരസിച്ചാൽ നീ കൗലടയാനാ. പക്ഷെ വണ്ടിച്ചക്രം നിന്റെ മണ്ടേ കയറ്റുകയല്ല, നെടുവണ്ടിയെ കയറ്റി ഉരുട്ടത്തുമില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്ത ദൈവം കരത്തില്ല, നിനക്ക് വായിക്കാൻ പറ്റാത്ത ദൈവം കരത്തില്ല. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് നമ്മൾ നിന്നെ വിടുവിക്കുന്നത് ദൈവം. ദൈവത്തിന് മതം ആ പഴയ പാട്ടിന്റെ വരിയൊന്ന് ചേർന്ന് പഠിക്കാൻ. ദോഷമായിട്ടൊന്നു എന്നോ എന്റെ ദാതൻ ചെയ്യില്ല, ദോഷമായിട്ടൊന്നു നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരത്തില്ല, നിന്നെ കൊണ്ട് വഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. വണ്ടിച്ചക്രം കയറ്റത്തില്ല, മെതിവണ്ടി കയറ്റുകയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു കോലിനടി ഒരു വടി കൊണ്ടൊരു അതൊക്കെ വേണം. അതല്ലേ പിന്നെ മക്കളും അപ്പനുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. സ്തോത്രം. ഈ രോഗം നിന്നെ തകർത്ത് കളയാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഈ പ്രശ്നം നീ പിന്മാറാനല്ല, ഇതിന്റെ നടുവിൽ ദൈവം ആരാന്ന് വെളിപ്പെടുത്താനാ. അങ്ങനെയല്ലേ പറഞ്ഞത്? ഇത് ദൈവനാമം മഹത്വപ്പെടാനാണ്. 4 ദിവസമായി നാറ്റവും വെച്ചു,
സ്തോത്രം. കഥാ പറഞ്ഞത് അങ്ങനൊന്നും ഒരു ദൈവനാമം മഹത്വപ്പെടാൻ പോവുക. ദൈവത്തിനൊന്നും വലിയ വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. പരീക്ഷയോട് കൂടെ പോക്കുവഴി ഉണ്ടാകും. ഈ പലവിധ വിഷയത്തിന്റെ ഈ ചൂളയിൽ കൂടി പോകുന്ന ദൈവമക്കളോട് ഈ പകൽ പെട്ടെന്ന് രണ്ട് കാര്യം പറഞ്ഞു നിർത്താം. ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാകട്ടെ. നീ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നു ആ വിഷയത്തിൽ ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാകും. അത് കുടുംബത്തിന്റെ വിഷയമാകാം, കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, ശുശ്രൂഷയുടെ വിഷയമാകാം, ഭാവി വിഷയമാകാം, പ്രാണനെതിരെ, നന്മക്കെതിരെ, ആയുസിനെതിരെ ഏത് വിഷയമാണെങ്കിലും ദൈവം അതിന് പോക്കുവഴി ഉണ്ടാകട്ടെ. ചെങ്കട തീരത്ത് നിൽക്കുക. മുമ്പിൽ ചെങ്കട, ഇരുവശവും പർവ്വതം, പുറകെ വലിയ ശബ്ദം. നോക്കുമ്പോൾ പറവോൻ സെലക്ട് ചെയ്ത 600 മൃഗങ്ങളും വേറെ രഥങ്ങളും പാഞ്ഞു വരിക. ആകെ ഭാരപ്പെട്ടു. ചിലരോർത്ത് വെള്ളം കുടിക്കുകയാകും. ചിലർ ചിന്തിച്ചത് പറവോൻ മിക്കവാറും പിടിച്ച് കണ്ടിക്കും. ചിലർ ചിന്തിച്ചു മലവഴി വലിഞ്ഞു കയറാന്ന് നോത്താൽ മിക്കവാറും പിടിവിട്ട് താഴെ വീട്. ചുരുക്കി പറഞ്ഞ ഇവർ ചിന്തിച്ച് ചാകും, എല്ലാം ചാകും. പരീക്ഷയാണ്. അപ്പൊ ഇവര് പിറുപിറുത്തു. മോശയോട് പറഞ്ഞു, അവിടെ ആയിരുന്ന ചവക്കോട്ടെങ്കിലും നല്ലൊരു അടക്കമെങ്കിലും, സ്വർഗത്തിൽ പോകാതിരിക്കും. രണ്ടാമത്തെ കാര്യം അടക്കമെങ്കിലും. ഇപ്പൊ അതാണല്ലോ, സ്വർഗത്തിൽ പോകണം നല്ലല്ലോ വിഷയം. അടക്കം നല്ല തന്റെ തള്ളം ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഉമ്മ കൊടുക്കലേ. അത്ത് കഴിയുമ്പോൾ മാറി ഉമ്മ. മരുമകളുടെ ഉമ്മയാ കേമപ്പെട്ട ഉമ്മ. ചുമ്മാ വളച്ചില്. ഈ തള്ള ജീവിച്ചിരുന്നപ്പോ ഇവിടെ വെള്ളം കൊടുത്തതല്ല, വീട്ടിൽ കയറ്റിയത്. എല്ലാവരുടെയും കാര്യമല്ല. പിന്നെ നാട്ടുകാരെ കാണിക്കാൻ, വീഡിയോയിൽ കാണിക്കാൻ. ഉമ്മ വെക്കുമ്പോൾ നോക്കുക ഒക്കുന്നുണ്ടോന്ന്. ജീവിച്ചിരിക്കുമ്പോ ഉമ്മ കൊടുക്കാറുന്ന തള്ള 2 കൊല്ലം കൂടെ ചത്ത് കിടക്കുന്ന മരുമകളും കൊച്ചുമക്കളും എല്ലാം അടിക്കുക അല്ലേ. 3 കുപ്പി തീർത്ത് രാവിലെ 8 മുതൽ 1 മണിയായപ്പം. മൂത്ത മരുമകളുടെ 1 കുപ്പി, ഇളയ മരുമകളുടെ 1 കുപ്പി, കൊച്ചുമോന്റെ കുപ്പി എന്നാന്ന് വെച്ചാൽ മറ്റേ അടിക്കുന്ന കുപ്പിയല്ല, സ്പ്രേ. മാറി അടിക്കുക. ഇതള്ള ജീവിച്ചിരുന്നപ്പോ ഇച്ചിരി പൗഡർ പോലും കൊണ്ട് കൊടുക്കാത്ത ഇനമാ. കത്ത് കഴിയുമ്പോ എന്നാത്തിന് പെട്ടിയുടെ സൈഡ് കുപ്പിയും വെച്ച് കൊടുത്തു. അമ്മച്ച കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ അമ്മച്ച് കല്ലറ കിടന്ന് അടിയല്ലേ. ജീവിച്ചിരിക്കുമ്പോ നീ ഇതൊക്കെ ചെയ്യ. സ്തോത്രം. അപ്പൊ ചാകുമെന്നുള്ള ഉറപ്പായി. അവിടെ നല്ല ചവക്കോട്ടെ എങ്ങനെ പരീക്ഷ. തമ്പുരാനോട് മോശയോട് ദൈവം പറഞ്ഞേടാ മിണ്ടാതിരിക്കാൻ പറ. ചുമ്മാ ഈ ഗുണം വരാത്തവനല്ല, നാവടക്ക്. വിശ്വാസമില്ലാത്തവനും പ്രത്യാശയില്ലാത്തവനും ദൈവമായിട്ട് ബന്ധമില്ലാത്തവനും മിണ്ടരുത്. നീ ദൈവത്തെ ഓർത്ത് സാക്ഷിക്ക് എഴുന്നേൽക്കുകയും ചെയ്യരുത്. നീ എഴുന്നേറ്റാൽ ചിലരുടെ വിശ്വാസവും കൂടെ ചില പറഞ്ഞു കേട്ടില്ലോ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, 30 കൊല്ലമായിട്ട് കൃപയും ഇന്ന് വരെ ഒരു വിടുതൽ. 30 കൊല്ലമായിട്ട് ഇതിനകത്ത് വന്ന് ഇന്ന് വരെ വിടുതലില്ലെന്ന്. പുതുതായിട്ട് വന്നവൻ അന്തം വിട്ടുപോകാടാ. 30 കൊല്ലമായവന് ഇതുവരെ. ഞാനിപ്പോ അങ്ങോട്ട് ചെന്നോളാം. അപ്പൊ എന്റെ കാര്യം ദൈവത്തെ ഓർത്ത് നിന്നെ കെട്ടിയെടുത്ത് എഴുന്നേക്കാതിരിക്കുന്നതാ. സ്തോത്രം. എടാ വിശ്വാസമുള്ളവൻ എഴുന്നേറ്റ് പറ, ഞാൻ 30 കൊല്ലമായി കൃപയുമെന്ന് എന്റെ ദൈവം എന്നെ ഭദ്രമായി നടത്തി. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ദൈവം ഞങ്ങളെ നടത്തി. കാലടിയാകാൻ അനുവദിച്ചില്ല. ദൈവം ഞങ്ങൾക്ക് രോഗശാന്തി നൽകി. ദൈവം ഞങ്ങൾക്ക് വീട് നൽകി. ദൈവം ഞങ്ങൾക്ക് നന്മ നൽകി. ദൈവം എന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി. ദൈവം എനിക്ക് നന്മ നൽകി. വിടുതലിനെ സാക്ഷ്യം പെടാം. സ്തോത്രം. ഇവരെ ഈ ആവശ്യമില്ല, പരാജയമാണ് മുഴുവൻ. തമ്പുരാൻ അതുകൊണ്ട് പറഞ്ഞു മിണ്ടായിരിക്കാൻ പറയാൻ പറഞ്ഞു. ഈ ചിലതിനോട് പറഞ്ഞു മിണ്ടായിരിക്കാൻ പറഞ്ഞു. മതിൽ ചുറ്റിയപ്പോൾ പറഞ്ഞു മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. അക്ഷരം
മിണ്ടാതെ ഒരുത്തന്നെ മിണ്ടണമെന്നുണ്ട്. ചാക്കോച്ച ഇത് ചുറ്റിക്കാനാണ് തോന്നുന്നെന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അല്ല, അങ്ങനെ പറയാന്ന് മറ്റവനും പറയും എനിക്കും തോന്നിയടാ ചുറ്റിക്കാനാണ്. അത് പറഞ്ഞ് പാളയം മുഴുവൻ മിണ്ടാതെ ചില വിഷയത്തിൽ മിണ്ടരുത്. അഭിനയം പറഞ്ഞ് മിണ്ടരുതെന്ന് പറ. മോശയോട് കാര്യം പറഞ്ഞു, നീ വടിയില്ലേ, വടി ഉണ്ട്, വടിയെടുത്ത് ചെങ്കടൽ മേൽ നീട്ടാൻ പറഞ്ഞു. മോശ പെട്ടെന്ന് വടിയെടുത്ത് ചെങ്കടൽ ഇങ്ങനെ നീട്ടി. ഞാനും നിങ്ങൾ വലിയ ഗുണപ്പെടാത്തവരൊക്കെ അതിനിടെ എന്നാ പറഞ്ഞു, ഇവിടെ ഇത്രയും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ കമ്പ് നീട്ടിക്കൊണ്ട് തന്നെ എടുക്കുക. നമ്മളങ്ങനെ പറയല്ലേ, പുറകെ ചെലുത്താൻ വരുന്നു പിടിക്കാൻ, മുമ്പ് ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുന്നു, ലക്ഷക്കണക്കിന് ജനം. അയാൾ പിന്നെ നിൽക്കുക ഉണക്കക്കമ്പുമായിട്ട്. നിങ്ങളോ ഞാനോ ആയിരുന്നു പറയാം, ആ കമ്പ് മേടിച്ച് അയാളെ തലയടിച്ച് പൊട്ടിക്കണം. അയാൾ എന്നാ പറഞ്ഞാലേക്ക് കമ്പുകറ കൊള്ളാം. അല്ല, ഈ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, വടിയായിട്ട് പോയവർക്കെല്ലാം വിടുതല. യാക്കോബ് പറഞ്ഞു ഒരു വടിയോടെ അങ്ങോട്ട് പോയത്, പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഗോലിയാത്ത് പറഞ്ഞു നീ വടിയായിട്ട് വരാൻ ഞാൻ എന്നാടാ നായാണോ എന്ന്. പക്ഷെ അവിടെ വിടുതൽ നടന്നു. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, അതും വിടുതലാ. തമ്പുരാൻ വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് നീട്ടി. വിശ്വാസമില്ലാത്തവൻ, പ്രത്യാശയില്ലാത്തവൻ, ദൈവമില്ലാത്തവൻ, ദൈവമായിട്ട് ബന്ധമില്ലാത്തവൻ പറയാൻ ആരാണ്ട് കമ്പും പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ വെളിപ്പാടുള്ള ദർശനമുള്ളവൻ നോക്കിയപ്പോൾ മോശ ഇങ്ങനെ വടി പിടിച്ചിങ്ങനെ നിൽക്കുമ്പം മോശയുടെ വലങ്കയുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജം. നിങ്ങൾ ആ യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിച്ച്, യെശയ്യാ പ്രവചനം 63:12 ഉറക്കെ എന്ന് വായിച്ചേ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി. മതി, മോശയുടെ വലങ്കൈക്കൽ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം വന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് നോക്കുമ്പോൾ മോശ വടിയും പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ആത്മക്കെന്ന് തെളിഞ്ഞോ പറയുക, മോശയുടെ വലങ്കയുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജമാണ്. നീ ഒറ്റയ്ക്ക് കൊണ്ടായിരിക്കും നിന്റെ വീട്ടിൽ കൈവൊക്കെ പ്രാർത്ഥിക്കാൻ. നീ അല്ല, നിന്റെ കൈയുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. സഭയ്ക്കകത്ത് 2-3 പേരെ കാണും കൈവൊക്കെ പ്രാർത്ഥിക്കാൻ. മതി, അവരുടെ മീത് യഹോവയുടെ മഹത്വമുള്ള ഭുജമുണ്ട്. ഹല്ലേലൂയ. എന്റെ വാക്കുകൾ നിർത്തുക. കൈയുടെ മുകളിൽ ദൈവത്തിന്റെ മഹത്വമുള്ള ഭുജം. തമ്പുരാൻ സ്വർഗത്തിൽ സഭ കൂടി വെച്ച് ഒരു ദൂതനെ വിളിച്ചേച്ച് പറഞ്ഞു, താരോട്ട് എല്ലാം പറഞ്ഞു, ചെങ്കടൽ വായും പിളർന്നു നിൽക്കുക. ദൂതം വന്നൊരു ഒറ്റ അടി, ചെങ്കടൽ 7 കൈവടിയായിട്ട് ചെതറി. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്ന ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. പരീക്ഷയോടുകൂടെ പോക്കുമടിയുണ്ട്. വെള്ളം കുടിച്ചാകും എന്നൊക്കെ ചിന്തിച്ചതാ. ചെലുത്താൻ പുറകെ വന്ന് കണ്ടിക്കുമെന്നും ചിന്തിച്ചതാ. വലിയ പ്രതിസന്ധി, വലിയ പരീക്ഷ. പക്ഷേ ആ പരീക്ഷയോടുകൂടി ദൈവം പോക്കുവഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പകരം ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ഞരക്കത്തോടെ വന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, പകരരുത്. ദൈവം നിനക്ക് പോക്കുവഴി ഉണ്ടാക്കും. ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. ഓ ദൈവത്തിന്റെ വിടുതൽ, ദൈവീയ വിടുതൽ. കുടുംബത്തിനകത്ത് വിടുതൽ, വ്യക്തികൾക്ക് വിടുതൽ, രോഗബന്ധം അടിയട്ടെ, എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. പ്രാണനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ വെല്ലുവിളിക്കുന്ന കോടികൾ ഇരുപത് അഴിയട്ടെ. ജലബല വിരബല ഉടബല വിരിവിരി വിരബല വലബല വിരബല ഓ വിരബല വടബല വിരിവി കബലബ വിരബല വീരവ ചൈതൽ കബല വടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രാണനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ, ആത്മമണ്ഡലങ്ങൾക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന അകല കെട്ടുകളിൽ പൊട്ടട്ടെ. പരീക്ഷയോട് കൂടെ ദൈവത്തിനൊക്കെ പോക്കുവഴി ഉണ്ടാക്കും. ദൈവത്തിനൊക്കെ വീട്ടുപോക്കുണ്ടാക്കും. വിടുതൽ 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 വിടുതൽ. ശരീരത്തിൽ, മനസ്സിൽ, കുടുംബത്തിനകത്ത്, തലമുറയ്ക്ക് ഓ വിടുതൽ യേശുവിന്റെ നാമത്തിൽ. വീരപരമനമനമനമ വിരിവികപരമനമന
ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും വിടുതലും ഏറ്റെടുത്ത് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിച്ച കർത്താവിന്റെ വരവിനായിട്ട് എഴുതുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. എന്നെ ക്ഷണിച്ച ആദരണീയ കർത്തദാസനും കുടുംബത്തിനും സമയമെടുത്തിച്ച് സഭയുടെ ചുമതലപ്പെട്ട കർത്തദാസനും എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി ചൊല്ലുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം, ആത്മാവിൽ ബലപ്പെടാം, ദൈവിക വിടുതൽ പ്രാപിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.